വിശുദ്ധ ജോൺ ബർക്കുമെൻസ് 1599 മാർച്ച് 13 ലുവൈന് അടുത്തുള്ള ഡീസ്റ്റ് എന്ന ഒരു ചെറിയ പട്ടണത്തിൽ ജോൺ ജനിച്ചു. ഒരു ചെരുപ്പ് നിർമ്മാതാവിൻ്റെ 5 മക്കളിൽ മൂത്ത മകനായിരുന്നു ജോൺ ബർക്കുമാൻസ്. വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും ജോണിന് നല്ല ഭക്തി ഉണ്ടായിരുന്നു. ജോൺ പഠനത്തിന് സമർത്ഥനല്ലായിരുന്നു എങ്കിലും 13-ാം വയസ്സിൽ അദ്ദേഹം നല്ല ലത്തീൻ കവിത എഴുതുമായിരുന്നു. രോഗിണിയായ അമ്മയെ ശുശ്രൂഷിക്കുവാൻ ഒഴിവു സമയം മുഴുവൻ ജോൺ മാറ്റിവെച്ചിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഒരു പുരോഹിതനാവുക എന്നതായിരുന്നു ജോണിൻ്റെ ആഗ്രഹം. ജോണിന് 13 വയസ്സായപ്പോൾ മാലിൻസിലെ കത്തീഡ്രലിലെ കാനന്മാരിൽ ഒരാളുടെ വീട്ടുജോലിക്കാരനായി ജോൺ സേവനം ചെയ്തു. ജോണിൻ്റെ മാതാവിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിതാവും 2 സഹോദരന്മാരും ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. 1615 ജോൺ അവിടെ പുതിയതായി ആരംഭിച്ച ജെസ്യൂട്ട് സഭക്കാരുടെ കോളേജിൽ ചേർന്നു. ഒരു സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ നേതാവിനെ പോലെയായിരുന്നു. 1616 ജോൺ മാലിൻസിലെ ജെസ്യൂട്ട് സഭയിൽ നോവിഷ്യേറ്റായി ചേരുകയും ഫാദർ ആൻഡോയിൽ സുക്കറ്റ് എന്ന ആത്മീയ പിതാവിൻ്റെ കീഴിൽ സേവനം ചെയ്യുകയും ചെയ്തു. വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും വളരെ അഗാധമായ ഭക്തിയായിരുന്നു വിശുദ്ധൻ കാത്തുസൂക്ഷിച്ചിരുന്നത്. 1618 തത്വശാസ്ത്ര പഠനത്തിനായി വിശുദ്ധൻ റോമിലേക്ക് അയക്കപ്പെട്ടു. പൗരോഹിത്യ പട്ടസ്വീകരണത്തിന് ശേഷം യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുക എന്ന ആഗ്രഹത്തോടുകൂടി സൈന്യത്തിലെ ചാപ്ലിൻ ആകുവാനാണ് വിശുദ്ധൻ അപേക്ഷിച്ചത്. വിശുദ്ധൻ്റെ ശുഷ്കാന്തിയും ഭക്തിയും കാരണം അദ്ദേഹം പരക്കെ അറിയപ്പെടാൻ തുടങ്ങി. ചെറിയ കാര്യങ്ങളിൽ പോലും പരിപൂർണത ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു വിശുദ്ധ ജോൺ ബർക്കുമാൻസ്. 1619 ആയപ്പോഴേക്കും റോമിലെ കഠിനമായ ചൂട് വിശുദ്ധൻ്റെ ആരോഗ്യത്തെ ബാധിച്ചു തുടങ്ങി. ക്രമേണ വിശുദ്ധൻ്റെ ആരോഗ്യം ക്ഷയിച്ചു. എന്താണ് വിശുദ്ധൻ്റെ രോഗകാരണമെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ഡോക്ടർമാർ കുഴങ്ങി. ഏതാണ്ട് 2 വർഷത്തോളം വിശുദ്ധൻ നിരന്തരമായി രോഗത്തിൻ്റെ പിടിയിലായിരുന്നു. അവസാനം 1621 ഓഗസ്റ്റ് 13 തൻ്റെ 22-ാമത്തെ വയസ്സിൽ വിശുദ്ധ ജോൺ ബർക്കുമാൻസ് സമാധാനപൂർണമായി കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. 1865 പിയൂസ് 9 മാർപ്പാപ്പ വിശുദ്ധനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1888 ലിയോ 13 മാർപ്പാപ്പയാണ് ജോൺ ബർക്കുമാൻസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. റോമിൽ വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയെ അടക്കം ചെയ്തിരിക്കുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് ദൈവാലയത്തിൽ തന്നെയാണ് വിശുദ്ധ ജോൺ ബർക്കുമാൻസിനെയും അടക്കം ചെയ്തിരിക്കുന്നത്. അൾത്താര ശുശ്രൂഷകരുടെ മധ്യസ്ഥനായി വിശുദ്ധ ജോൺ ബർക്കുമാൻസിനെ തിരുസഭ ആദരിച്ചു വരുന്നു.